ഏഴാമത്തെ രാജ്ഞിയെ അറിയുമോ? ഒരു രാജാവിന് 7 ഭാര്യമാരുണ്ടായിരുന്നു. 7 ഭാര്യമാരിലും രാജാവിന് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെയാണ് 7ാമത്തെ ഭാര്യ ഗർഭിണിയാണ് എന്ന് രാജാവ് അറിയുന്നത്. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പക്ഷെ മറ്റ് 6 ഭാര്യമാർക്കും അസൂയ അടക്കാൻ പറ്റിയില്ല. ഈ കുഞ്ഞ് വന്നാൽ തങ്ങളുടെ കൊട്ടാരത്തിലെ സ്ഥാനം പോകും എന്ന് ഭയന്നു അവർ. അങ്ങനെ 7ാമത്തെ രാജ്ഞി പ്രസവിച്ചു. 1 കുഞ്ഞല്ല, 2 കുഞ്ഞല്ല, 8 കുഞ്ഞുങ്ങൾ. 7 ആൺകുട്ടികളും 1 പെൺകുട്ടിയും. പ്രസവക്ഷീണത്താൽ തളർന്ന് ഉറങ്ങുകയായിരുന്ന ഈ രാജ്ഞിയുടെ അടുത്ത് നിന്ന് ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോയി ചാരക്കുഴിയിൽ കുഴിച്ചിട്ട് കളഞ്ഞു ഈ 6 രാജ്ഞിമാരും. എന്നിട്ട് 7ാമത്തെ രാജ്ഞിയുടെ അടുത്ത് കുറേ ഞണ്ടുകളെ കൊണ്ടുവന്ന് കിടത്തി. നീ പ്രസവിച്ചത് ഞണ്ടുകളെയാണ് എന്ന് പറഞ്ഞ് അവരെ കളിയാക്കി. ഇതറിഞ്ഞ രാജാവ് കോപാകുലനാകുകയും ഈ 7ാമത്തെ രാജ്ഞിയെ ഉപേക്ഷിക്കുകയും ചെയ്തു. പക്ഷേ കൊട്ടാരത്തിലെ ചാരക്കുഴിക്കടുത്ത് ഒരു ചമ്പക മരം കിളിച്ചു വന്നു. ആ നാട്ടിലെങ്ങും പിന്നീട് പൂക്കളുണ്ടായില്ല, കിളികൾ പാടിയില്ല, ചിത്രശലഭങ്ങൾ വന്നില്ല. പൂക്കളില്ലാതെ ക്ഷേത്രങ്ങളിൽ പൂജകൾ നിലച്ചു. പൂക്കളും പൂമണവും പൂങ്കാറ്റുമില്ലാതെ നാട് വരണ്ടുപോയി. പക്ഷേ ചമ്പകമരത്തിൽ മാത്രം പൂക്കളുണ്ടായി, ചാരക്കുഴിക്കടുത്ത് നിൽക്കുന്ന ചമ്പകമരത്തിൽ. പക്ഷേ ആര് കൈ നീട്ടിയാലും ആ പൂക്കൾ ദൂരേക്ക് മാറിപ്പോകുമായിരുന്നു, പറിക്കാനേ പറ്റുന്നില്ല. അങ്ങനെ അവസാനം രാജ്ഞിയെ വരുത്തി, 7ാമത്തെ രാജ്ഞിയെ. രാജ്ഞിക്ക് പൂ പറിക്കാൻ പറ്റുമോ എന്നറിയണ്ടേ? കഥയുടെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്.